കാരുണ്യാഭിഷേകം, ആരാധിക്കുന്ന ജീവിതങ്ങളിൽ കാരുണ്യാഭിഷേകം, കാരുണ്യാഭിഷേകം. ഈശ്വരൻ ഏറ്റവും പ്രിയമുള്ളവരെ, ഈ 2025 നമ്മൾ ഈ ആരംഭ ദിനങ്ങളിലാണ്. 2-ാം തീയതി കൊച്ചു ത്രേസ്യ അവരുടെ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ജീവിതത്തെ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നൊരു സംഭവം ഇതാണ്. സെലി ഗെരിൻ, ലൂയി മാർട്ടിൻ, ഇവർ രണ്ടുപേരും വിശുദ്ധരാണ്. അവർ പറയുകയാണ്, എൻ്റെ അപ്പച്ചനും എൻ്റെ അമ്മച്ചിയും തങ്ങളുടെ ജീവിതത്തിൽ കാണിച്ചു തരാത്തൊന്നും ചെയ്യാൻ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ആ കുഞ്ഞുങ്ങള് മാതാപിതാക്കളെ കുറിച്ച് പറയുന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ, ഞങ്ങളുടെ മാതാപിതാക്കളുടെ ജീവിതത്തിൽ കാണിച്ചു തരാത്ത യാതൊന്നും മക്കളായ ഞങ്ങളോട് ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇതെന്തൊരു വലിയൊരു മാതൃകയാണ് ഓർക്കണ. നമ്മൾ മാതാപിതാക്കളുടെ ജീവിതം എത്ര വലിയ വിശിഷ്ടമാണ്. നോമ്പ്, ഉപവാസം, അതോടൊപ്പം തന്നെ പരിത്യാഗ കൃത്യങ്ങൾ, ദിവ്യബലിയുള്ള ഭാഗഭാഗിത്വം, അനുദിന പ്രാർത്ഥന, അടുത്തിടെയുള്ള കുമ്പസാരം എന്നിവയിലെല്ലാം അവർ നിഷ്ഠ വച്ചിരുന്നു. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ ഒരു തെറ്റ്, നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. ഈ ഒരു പുതിയൊരു വർഷം നമ്മൾ ചെയ്യാത്തത് മറ്റുള്ളവരോട് ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കേണ്ട. നമ്മൾ ചെയ്യുന്നത് മറ്റുള്ളവരോട് ചെയ്യാൻ പറഞ്ഞാൽ അതൊരു അഭിഷേകമാണ്. ദൈവം എല്ലാവരെയും ഈ പുതിയ വർഷം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ.